നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടേംസ്, ബേസിക് ടേംസ് ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്താണ് നമ്മൾ ചാർജ് എന്ന് പറയും. ചാർജ് ഡിനോട്ട് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. എന്താണ് ചാർജ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറയുന്നത് അതിനകത്ത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും അല്ലെ? ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതെത്ര നമുക്കറിയാം, 1.6 ഇൻറ്റു ഇലക്ട്രോൺസിന്റെ ചാർജ് എത്ര? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം അല്ലെ? അപ്പോ ഇലക്ട്രോൺസ് നെഗറ്റീവ് ആണ്. അതേപോലെ പ്രോട്ടോൺസിന്റെ ചാർജ് ഇലക്ട്രോൺസിന്റെ ചാർജിന് തുല്യമാണ്. അത് ദാറ്റ് ഈസ് എത്രയാണ്? പ്ലസ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം അല്ലെ? അപ്പോ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആയിരിക്കും, എണ്ണം സെയിം ആയിരിക്കും. അങ്ങനെ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പോ ഒരു ആറ്റം ചാർജ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺസിന്റെ നഷ്ടപ്പെടുമ്പോൾ അതിനവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടും. അങ്ങനെയാകുമ്പോൾ ആ ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കാണിക്കും. അതേപോലെ ഒരു ഇലക്ട്രോൺസ് കിട്ടുവാണെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ അതൊരു നെഗറ്റീവ് ചാർജ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന Q എന്നാണ്. അപ്പൊ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇതിന്റെ യൂണിറ്റ് എന്താണ്? കൂളമാണ് കേട്ടോ. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളം. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, കൂളം. ഓക്കെ, സി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളാണ്. ഇനി അടുത്താണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട്. ഓക്കെ, I എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിനകത്ത്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, ഇതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു I എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നതിലേക്കും ചാർജിന്റെ മൂവ്മെന്റിന്. അപ്പോ ചാർജ് എന്ന് പറഞ്ഞാൽ Q അല്ലെ? ചാർജ് പെർ ടൈം ആണെന്ന് പറയുന്നത് നമ്മള് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് അതിന് നമുക്ക് I is equal to dQ by dt എന്ന് പറയും. ചെറിയൊരു അളവ്, അതായത് dQ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ചാർജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമ്മൾ പഠിക്കണം അല്ലെ? അപ്പൊ Q എന്ന് പറയുന്ന ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളമാണ്. T എന്ന് പറയുന്ന ടൈം എന്തായിരിക്കും? സെക്കൻഡ്. അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? കൂളം പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതിനെ തന്നെയാണ് നമ്മൾ ആംബിയർ എന്ന് പറയുന്നത്. എന്താ പറയുന്ന? ആംബിയർ. അപ്പൊ കൂളം പെർ സെക്കൻഡിനെയാണ് നമ്മൾ ആംബിയർ എന്ന് പറയുന്നത്. അപ്പൊ A എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. കൂടാതെ നമുക്ക് ക്വാണ്ടിറ്റീസ് അറിയാം. വെക്ടർ ക്വാണ്ടിറ്റിയാ, പിന്നെന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷൻസും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതെന്തായിരിക്കും? അതിന് മാഗ്നിറ്റ്യൂഡും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പൊ ഇത് ഓർത്ത് വെക്കണം, ഇതെന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ കറണ്ട് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചാർജാണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളമാണ്. കറണ്ടിന് എന്താ? നമ്മള് അതിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. അതിനെ കൂളം പെർ സെക്കൻഡ് എന്നും പറയാം. ആംബിയർ എന്ന് പറയുന്നത് എന്താണ്? കൂളം പെർ സെക്കൻഡ്. ഇത് നമ്മൾ dQ by dt എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്തു വെക്കാനും. അടുത്ത ടേമാണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് എന്താണ് വർക്ക് ചെയ്യേണ്ടത്. ആ വർക്കിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചാർജ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമായിട്ട് വരും. അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് പെർ ചാർജ്. വർക്ക് പെർ ചാർജിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. വർക്ക് പെർ ചാർജ്. അപ്പൊ വോൾട്ടേജ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡിവൈഡ് ബൈ എന്താണ്? ചാർജ്. ഓക്കെ, വർക്ക് പെർ ചാർജ്. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ് അല്ലെ? അതേപോലെ തന്നെ ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളമാണ്. കൂളം. ഓക്കെ, അപ്പൊ ജൂൾ പെർ കൂളം അതാണ് എന്ത് പറയുന്നത്?
വോൾട്ടേജ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ജൂൾ പെർ കൂളത്തിനെയാണ് നമ്മൾ വോൾട്ട് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വോൾട്ട്. അപ്പൊ ഇത് ഓർത്ത് നോക്കുക. അപ്പൊ ജൂൾ പെർ കൂളത്തിനെയാണ് നമ്മൾ വോൾട്ട്. വോൾട്ട് ആണ് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ യൂണിറ്റ്, ജൂൾ പെർ കൂളം. ഓക്കെ, അതും ഓർത്ത് നോക്കുക. ചില എക്സാമിന് ജൂൾ പെർ കൂളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അതാണ് വോൾട്ടേജ്. കൂടാതെ ഇതും എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇപ്പൊ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. അതെന്താണ്? ജൂൾ പെർ കൂളമാണ്. ഇതെന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത ടേമാണ് പവർ. പവർ പി. പവർ പി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പെർ ടൈം ആണ്. അപ്പൊ വർക്ക് പെർ ടൈമിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വർക്ക് പെർ ടൈം. ഇതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. വർക്കിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ജൂൾ ആണ് അല്ലെ. പിന്നെ അടുത്ത എന്താണ്? ടൈം. ടൈമിന്റെ എന്താണ്? സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോ ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വാട്ട്. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. ഓക്കെ, അപ്പോ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? ജൂൾ പെർ സെക്കൻഡ്. ഇത് ഓർത്ത് നോക്കണം. ജൂൾ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ വാട്ട് എന്ന് പറയും. 1 ജൂൾ പെർ 1 സെക്കൻഡ്. അതിനെയാണ് നമ്മൾ 1 വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പവർ എന്ന് പറഞ്ഞാല് പി ഇസ് ഈക്വൽ ടു, നമ്മൾ വോൾട്ടേജും പഠിച്ചു, കറണ്ടും പഠിച്ചു. അപ്പൊ പിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, വോൾട്ടേജ് ഇൻറ്റു കറന്റ് അല്ലെ. അപ്പൊ വോൾട്ടേജിന്റെ യൂണിറ്റ് നമുക്കത് അറിയാം, വോൾട്ട് ആണ് അല്ലെ. വോൾട്ട്. പിന്നെ കറന്റ് എന്താണ്? വോൾട്ട് ആംപിയർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് ആവശ്യമില്ല. ഇപ്പൊ എന്താണ്? ഇത് മാത്രം പഠിച്ചാൽ മതി, വാട്ട്. അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. ഇനി അടുത്ത ടേമാണ് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഡെലിവറി ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പൊ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡിലാണ് അല്ലെ. അപ്പൊ ശരിക്കും എന്താണ്? പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ന് പറഞ്ഞ എനർജി എന്ന് പറയുന്നത്. അപ്പൊ പവർ ഇൻറ്റു ടൈം ആണ് നമുക്ക് എന്ത് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലെ. അപ്പൊ വാട്ട്. പിന്നെ അടുത്ത് എന്താണ്? ഇതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അപ്പൊ വാട്ട് ഇൻറ്റു സെക്കൻഡ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? എനർജിയുടെ യൂണിറ്റ് ആയ ജൂൾ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഇൻറ്റു സെക്കൻഡ് സിക്കൽട്ട് എന്താണ്? ജൂൾ ആണ്. ഓക്കെ, അത് ഓർത്ത് നോക്കുക. വാട്ട് ഇൻറ്റു സെക്കൻഡ്. W ഇൻറ്റു എസ് ആണ് നമുക്ക് എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന ജൂൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എനർജിനെ നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ട് പറയുന്നത് കിലോ വാട്ട് അവർ എന്നാണ്. എന്താണ്? കിലോ വാട്ട് ഹവർ. ഓക്കെ, അപ്പൊ ഇതിന് കമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് ഹവർ. KWH എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്ത് പോകണം, കെ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്, W എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, H എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ അതായത് എനർജിയുടെ കമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ. കിലോ കെ സ്മോൾ ലെറ്റർ, W എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ, H എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ന് പറയുന്ന എനർജി. അപ്പൊ എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ജൂൾ എന്ന് പറയുന്നത് വാട്ട് ഇൻറ്റു സെക്കൻഡ് ആണ്. ഓംസ് ലോ. അപ്പൊ ഓംസ് ലോ എന്ന് പറയുന്നത് ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്. ഓംസ് ലോ എന്ന് പറയുന്നത് ഇവിടെ ഇതേ ഉള്ളൂ, കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതിനോട്ട് സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ് അല്ലെ. അപ്പൊ ഇവിടെ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്, ബട്ട് അതർ ഫിസിക്കൽ കണ്ടീഷൻസ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ, പ്രഷർ ഒക്കെ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അവിടെ മാത്രം ഒരു കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും ഉള്ളിടത്താണ് എന്ത് പറയുന്നത്? വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഓംസ് ലോ. അപ്പൊ ഓംസ് ലോ പറയുന്നതാണ് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ അല്ലെ. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസെപ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? V ഇസ് ഈക്വൽ ടു R ഇൻറ്റു ഐ അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓംസ് ലോ. ആറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആറാണ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം അല്ലെ. അപ്പൊ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ഓം ആണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ഓംസ് ലോ വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, V is equal to I into R. ഓക്കെ, ഇത് ഓർത്ത് നോക്കുക.
നമുക്ക് V ഇസ് ഈക്വൽ ടു R ഇൻറ്റു I കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും വേറെ രണ്ട് ഇക്വേഷൻ കൂടി എടുക്കാം. അപ്പൊ I ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ പറ്റും V ബൈ R അല്ലെ. അപ്പൊ V ബൈ R അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ആംബിയർ ആണ്. അപ്പൊ ആംബിയർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഓം ആണ്. ഓക്കെ, അതേപോലെ തന്നെ R ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും V ബൈ I അല്ലെ. വോൾട്ടേജ് ഡിവൈഡ് ബൈ ആംബിയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഓം. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓംസ് ലോനകത്തുള്ള. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. കൂടാതെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇക്വേഷൻസും പഠിച്ചു നോക്കുക. ഓംസ് ലോ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The circuit current is 10 milliampere. What will be the current if the voltage is tripled and resistance is doubled? Okay, ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് 10 മില്ലിയാംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വോൾട്ടേജ് കൊടുക്കുന്നുണ്ടല്ലോ, ആ വോൾട്ടേജ് വെച്ചിട്ടാണ് 10 മില്ലിയാംപിയർ ഉള്ളത്. അപ്പൊ ആ സർക്യൂട്ടിനകത്ത് എന്തുണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് കറണ്ട് അല്ലെ വോൾട്ടേജ് അല്ലെ. അപ്പൊ കറണ്ട് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ ആണ് V ബൈ R ആണ് നമുക്കറിയാം. ഓക്കെ, ഇനി ഇത് സർക്യൂട്ട് തന്നെയാണ്. അപ്പൊ ആ സർക്യൂട്ടിനകത്ത് എന്താണ്, വോൾട്ടേജ് ട്രിപ്പിൾ ചെയ്തു, അതേപോലെ തന്നെ എന്താണ്, റെസിസ്റ്റൻസ് ഡബിൾ ചെയ്തു. അങ്ങനെ നമ്മൾ പുതിയ കറണ്ട് അല്ലെ, ഞാൻ I1 ഇസ് ഈക്വൽ ടു എന്താണ്, വോൾട്ടേജ് നമ്മൾ 3V ട്രിപ്പിൾ ചെയ്തു. പിന്നെ അടുത്ത് എന്താണ്, കറണ്ടിന് റെസിസ്റ്റൻസിന് എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, I1 ഇസ് ഈക്വൽ ടു 3/2 ഇവിടെ R ഉണ്ട് കേട്ടോ, 3/2 V ബൈ R. V ബൈ R എന്ന് പറഞ്ഞാൽ എന്താണ്, I തന്നെയാണ്. അപ്പൊ I1 ഇസ് ഈക്വൽ ടു എന്താണ്, 3/2 I. അപ്പൊ പുതിയ കറണ്ട് എന്താണ്, ആ നേരത്തെ കറണ്ടിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3/2 എന്ന് പറയുന്നത് എത്രയാണ്, 1.5 ആണ് കേട്ടോ. അപ്പൊ 1.5 അല്ലെ. ഇനി അപ്പൊ പുതിയ കറണ്ട് എന്താണ്, I1 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 1.5 ഇൻറ്റു 10. നേരത്തെ കറണ്ട് എന്തായിരുന്നു, 10 മില്ലി ആംപിയർ ആണ്, 10 മില്ലി ആംപിയർ. അപ്പോ 1.5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 15 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോ പുതിയ കറണ്ട് എത്രയാണ്, 15 മില്ലി ആംപിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പവർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. An electric heater consumes 7.2 megajoule when connected to 230 volt supply for 1 hour. The power rating of the heater is അല്ലെ. അപ്പൊ പവർ റേറ്റിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇലക്ട്രിക് ഹീറ്റർ 230 വോൾട്ട് 230 വോൾട്ട് അക്രോസ് ആയിട്ട് 1 അവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 7.2 മെഗാ ജൂളോളം എനർജി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതായത് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഹീറ്ററിന്റെ പവർ റേറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. പവർ എന്ന് പറയുന്നത് എനർജി പെർ സെക്കൻഡ്. അപ്പൊ പവർ എന്ന് പറയുന്നത് എനർജി പെർ സെക്കൻഡ് ആണ്, എനർജി പെർ സെക്കൻഡ്, എനർജി പെർ ടൈം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി പെർ ടൈം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, പവർ റേറ്റിംഗ് ഒക്കെ പറയുമ്പോൾ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഇവിടെ എനർജി എന്ന് പറയുന്നത് എത്രയാണ്, എനർജി ഇസ് ഈക്വൽ ടു 7.2 മെഗാ ജൂൾ ആണ്. ഇവിടെ ടൈം എത്രയാണ്, ടൈം തന്നിരിക്കുന്നത് 1 ഹവർ ആണ് അല്ലെ. 1 ഹവറിന് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ 1 ഹവർ എന്ന് പറയുന്നത് എത്രയാണ്, 60 ഇൻറ്റു 60 ഇൻറ്റു 60 അല്ലെ, 60 സെക്കൻഡ്. ഓക്കെ, 60 മിനിറ്റ് ആണ്. 60 മിനിറ്റില് 60 സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 3600 സെക്കൻഡ് ആണ്. പവർ എന്ന് പറയുന്നതാണ് എനർജിയാണ് അല്ലെ. എനർജി എത്ര തന്നിരിക്കുന്നത്, 7.2 മെഗാ. മെഗാ എന്ന് പറയുന്നത് 10⁶ ആണ്. ഇവിടെ ടൈം എത്ര തന്നിരിക്കുന്നത്, 3600 സെക്കൻഡോട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 36 ഡബിൾ ആണ് എന്ന് പറയുന്നത് 72 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 10⁵ ഡിവൈഡ് ബൈ 36,000. ഓക്കെ, അപ്പൊ 36,000 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 10⁵ ഡിവൈഡ് ബൈ 36 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോ 36ഉം 72ഉം കട്ടായി പോയിട്ട് ഇവിടെ എന്താണ് 2 കിട്ടും. ഓക്കെ, 2 ഇൻറ്റു 10⁵ഉം 10⁻²ഉം അല്ലെ, ഇത് രണ്ടും കട്ടായി പോയിട്ട് എന്താവും, 10⁻³ ആവും. അപ്പൊ 2 ഇൻറ്റു 10⁻³ അതാണ് എന്താ പറയുന്നത്, 3 വാട്ട് ആണ് നമ്മള് പവർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്, കിലോ ആണ്. 10⁻³ ഈസ് ഈക്വൽ ടു
കിലോ. 10⁶ എന്ന് പറയുന്നത് എന്താണ്? മെഗയാണ്. അപ്പൊ 10�3 എന്ന് പറയുന്നത് കിലോ വാട്ട്. അപ്പൊ ഇതായിരിക്കും എന്ന് പറയുന്നത് ഇതിന്റെ പവർ റേറ്റിംഗ്. അടുത്തൊരു എനർജി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. An incandescent lamp of 230 volt 100 watt continuously operated for a period of 20 hours. The amount of energy consumption is. ഒരു ലാമ്പ് ഉണ്ട്, ഇൻകാൻഡസന്റ് ലാമ്പ് ഉണ്ട്, എന്ത് ലാമ്പ് ആയിക്കോട്ടെ, അത് 230 വോൾട്ട് 100 വാട്ട്. അത് റേറ്റിംഗ് വന്നിരിക്കുന്നത് 230 വോൾട്ട് 100 വാട്ട് ആണ്. അത് 20 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് കൺസ്യൂം ചെയ്തിരിക്കുന്ന എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്, അല്ലെ? പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പവർ എത്രയാണ്? 230 വോൾട്ട് 100 വാട്ട് ആണ്. അപ്പൊ അതിന്റെ പവർ എത്രയാണ്? 100 ആണ്. പിന്നെ ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? ഇൻറ്റു 20 ഹവർ ആണ്. ഓക്കെ, നമുക്ക് എനർജിയുടെ യൂണിറ്റ് അറിയാം, എന്താണ്? കിലോ വാട്ട് ഹവർ കേട്ടോ. കിലോ വാട്ട് ഹവർ ആണ്. അപ്പൊ നമ്മളിവിടെ ഹവറിലെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 100 × 20 എന്ന് പറയുന്നതാണ് 2000 ഹവർ, അല്ലെ? വാട്ട് ഹവർ. ഇത് 100 വാട്ട് ആണ്. ഓക്കെ, 100 വാട്ട് ഹവർ ആണ്. ഓക്കെ, അപ്പൊ 2000 എന്ന് പറയുന്നത് എന്താണ്? 2 × 10⁻³ വാട്ട് ഹവർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 കിലോ വാട്ട് ഹവർ. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. 2 കിലോ വാട്ട് ഹവർ ആണ് ഇതിന്റെ യൂണിറ്റ് കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ ഹവറിന് സെക്കൻഡിലേക്ക് മാറ്റേണ്ട കാര്യമില്ല, കാരണം കിലോ വാട്ട് ഹവർ ആണ് എനർജിയുടെ യൂണിറ്റ്. ഇനി അടുത്താണ് റെസിസ്റ്റൻസ്, അല്ലെ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഓക്കെ, റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു മെറ്റീരിയൽ തന്നു, അതിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഒരു മെറ്റീരിയലിന് ലെങ്ത് ഉണ്ടാവും, പിന്നെ എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒരു മെറ്റീരിയൽ തന്നു, ഇതാണ് നമ്മൾ ഒരു വയറായി എടുത്തു. ഓക്കെ, ഒരു വയർ, ഇതിന് ലെങ്ത് L ആണ്, അതേപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ റെസിസ്റ്റൻസിന്റെ ലോ വരുന്നത്, റെസിസ്റ്റൻസിന്റെ ലോ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ്, ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ആറും ഏരിയയും തമ്മിൽ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. നമുക്ക് എന്താ പറയാൻ പറ്റും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അതായത് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏരിയ കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണെങ്കിൽ R ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറ്റും? L/R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A, അല്ലെ? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസെപ്റ്റ് ഒഴിവാക്കണം, പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കണം. അപ്പൊ R ഈസ് ഈക്വൽ ടു എന്താണ്? റോ ഇൻറ്റു L/A. ഇതാണ് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. ഈ റോനെ നമ്മൾ എന്ത് പറയുന്നത്? റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. റോനെ നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. അല്ലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റെസിസ്റ്റിവിറ്റി എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോ റോ എന്ന് പറയുന്നതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. ഇതെനിക്ക് എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഓരോ മെറ്റീരിയലിനും അതിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. അതായത് അയണിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ല കോപ്പറിനുള്ള, കോപ്പറിനുള്ളതല്ല ഗോൾഡ്. അപ്പൊ ഈ മെറ്റീരിയൽ വ്യത്യാസപ്പെടുത്താനനുസരിച്ചിട്ട് റോയും എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. ഓക്കെ, ഇനി ലെങ്ത് കൂടുവോ കുറയോ എന്നുള്ളതൊന്നും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ റെസിസ്റ്റിവിറ്റി, അപ്പൊ നമുക്ക് ഇതിന്റെ യൂണിറ്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ R ഈസ് ഈക്വൽ ടു എന്താണ്? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. അപ്പൊ ആറിന്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്, റോ തന്നെ. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ആ ഏരിയന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതും കട്ടായി പോയി. അപ്പോ ഇതിങ്ങോട്ട് പോകുമ്പോ ഓം ഇൻറ്റു മീറ്റർ ഇസ് ഈക്വൽ ടു എന്ന് പറയും? റോ. അപ്പോ റോന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ കേട്ടോ. റോന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ എന്ന് പറഞ്ഞതായിരിക്കും. ഒരു മീറ്ററിനുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതും ഓർത്ത് വെക്കുക.
റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ ഒരു വയർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് ആർ ഈസ് യൂണിഫോംലി സ്ട്രെച്ച്ഡ് n ടൈംസ്, സ്മോൾ n ആണ്, അതിനെ എന്ത് ചെയ്തു? n ടൈംസ് എന്ത് ചെയ്തു? വലിച്ച് നീട്ടി. ഓക്കെ, ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ഈസ് ന്യൂ റെസിസ്റ്റൻസ് ഈസ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്ററിന്റെ ആർ ഉണ്ട്, ആ വയറിനെ എന്ത് ചെയ്തു? n ടൈംസ് നമ്മൾ സ്ട്രെച്ച് ചെയ്തു, അല്ലെ, വലിച്ചു നീട്ടുകയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്താ പറയുക? n സ്ക്വയർ ഇൻറ്റു ആർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്? റെസിസ്റ്റൻസ് 10 ആയിരുന്നു, അതിന് നമ്മൾ 5 തവണ എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് 5 ടൈംസ് ആണ്, സ്ട്രെച്ച് ചെയ്തു. അങ്ങനെയാണ് പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്നാണ് n സ്ക്വയർ ഇൻറ്റു ആർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഇൻറ്റു 10. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ഇൻറ്റു 10. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 250. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കും. കൂടാതെ എന്താണ്? ഈ ഒരു ഫോർമുല ഡയറക്റ്റും ചോദിക്കും കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവും, n സ്ക്വയർ ഉണ്ടാവും, ആർ ഉണ്ടാവും, n ഇൻറ്റു ആർ ഉണ്ടാവും, ആർ ബൈ n സ്ക്വയർ ഉണ്ടാവും, ആർ ബൈ n ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? n സ്ക്വയർ ഇൻറ്റു ആർ. ഓർത്ത് വെക്കുക. ചില സമയത്ത് ഇങ്ങനെ പ്രോബ്ലം ചോദിക്കണം, ചില സമയത്ത് 5 ടൈംസ് ആയിരിക്കും, ചിലപ്പോൾ 2 ടൈംസ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ആ എത്രയാണോ തവണ അതിന്റെ സ്ക്വയർ എടുക്കുക, പിന്നെ അതിന്റെ റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരിക്കും പുതിയ റെസിസ്റ്റൻസ്.